ഈ കുരങ്ങന്റെ ഒക്കെ ഒരു ഭാഗ്യം നോക്കണേ. കെട്ടിപ്പിടിക്കാൻ പെമ്പിള്ളര്, ഉമ്മ വയ്ക്കാൻ പെമ്പിള്ളര്, മടി കിടക്കാൻ പെമ്പിള്ളര്. ഇവിടെ വരുത്തായി 40 കഴിഞ്ഞ് പെണ്ണ് പോലും കെട്ടിയിട്ടില്ല. കാരണം രാഗം തൂക്കിയിട്ടോണ്ട് ഇടയ്ക്കാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത ജന്മമെങ്കിലും ഈ സഫാരി പാർക്കിലെ കുരങ്ങനായിട്ട് ജനിക്കണം. എന്നിട്ട് വേണം എനിക്കൊരു വിലസായി. ഹലോ ഹലോ, നീ എവിടാ? അളിയാ, ഞാൻ പാർക്കില്. ഇന്നൊരു മലയാളി ഫാമിലി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ്. അപ്പൊ അവരെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഗൈഡായിട്ട് എന്നെ ഇവിടെ നിട്ടേക്കുന്നത്. എന്താ വിളിച്ചത്? ഏതോ ഒരു മലയാളി ടീംസ് പുലിയുടെ അടുത്ത് വന്ന് റീല് ചെയ്യണമെന്ന് പറഞ്ഞ് പുലി മാന്തി അവിടെ വെച്ചേക്കണം. നീ അങ്ങോട്ട് ഡീൽ ചെയ്യുവോ? പുലി മാന്തി അർദ്ധനാരിയാക്കി അവിടെ വെച്ചേക്കുന്ന ഒന്നും ചെന്ന് ഡീൽ ചെയ്യുവോ? ആരാ ഇതൊക്കെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്? ഇപ്പൊ അവരെങ്ങാനും ഇപ്പോഴെങ്ങാനും വരും. ആവണി പൊന്നു നിന്നെ ഞാൻ ആയില്യം കാവിലെ വെണ്ണിലാവേ പാതിരമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂരിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ മച്ചകവാതിലും താനേ തുറന്നു പിച്ചക പൂമണം. അങ്ങനെ നമ്മൾ ബാങ്കോക്കിൽ എത്തി ചേട്ടാ. ഞാൻ എന്തൊരു ഭാഗ്യവതിയാ. ചേട്ടനെ കല്യാണം കഴിച്ചത് കൊണ്ട് ഞാനിപ്പോ എത്ര നാട് കണ്ടെന്നറിയോ? എല്ലാം ഓക്കെ, നീ ഭാഗ്യവതിയാണ്. നമ്മൾ ഒരുപാട് നാട്ടിൽ പോയി. പക്ഷേ നീ ഇന്നേ വരെ സന്ദർശിക്കാത്തൊരു സ്ഥലമുണ്ട്. അയ്യോ, എനിക്ക് അതും കൂടി ഒന്ന് കാണണം. അതേതാ അത്? നമ്മുടെ വീട്ടിലെ അടുക്കള. അമ്മേനെ ഇട്ട് കഷ്ടപ്പെടുത്താനായിട്ട് ഒരുക്കി കിട്ടി അങ്ങനെ നടക്കുക. മിണ്ടത്തില്ല ഞാൻ. എപ്പോഴും എന്നെ അങ്ങ് കുറ്റപ്പെടുത്തല്ല അങ്ങോട്ട്. അയ്യോ എന്റെ പൊന്നു പെണങ്ങല്ലേ, ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. ഇതാണോ തമാശ? തമാശ പറയുന്നവർക്കല്ല, അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവണം. അതാ തമാശ. പിന്നെ നിന്നെ ഞാനിപ്പോ ഇവിടെ തമാശ പറഞ്ഞ് സൂചിപ്പിച്ചിട്ട് നീ എനിക്ക് ഗോൾഡൻ ബെഞ്ച് വരാൻ പോവല്ലേ? അല്ലേലും എപ്പോഴും എന്റെ അടുത്ത് ഇങ്ങനെ ഞാൻ തിരിച്ചു പോവാ, ഞാൻ പോവാ. ഉടക്കി ഇതാണ് ഈ പെണ്ണും പിള്ളമാരുടെ കുഴപ്പം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ വട്ടം കയറി കൊടുക്കും. വെറുതെ അല്ലാതെ ഇംഗ്ലീഷുകാരൊക്കെ നിന്നെ വൈഫ് എന്ന് വിളിക്കണത്. വൈഫിന്റെ ഫുൾ ഫോം നിനക്കറിയാമോ? എനിക്കറിയത്തൊന്നുമില്ല. അറിയില്ല? ഇല്ല. വിത്തൗട്ട് ഇൻഫർമേഷൻ ഫൈറ്റ് എവരി ടൈം. ഒരു കാര്യം എപ്പോഴും തലേ കയറുന്നു. അപ്പൊ ഞാൻ വഴക്കാളി അല്ലേ? ഞാൻ വഴക്കാളി. മിണ്ടരുത് നീ. അയ്യോ പൊന്നു, ഞാൻ അങ്ങനെ പറഞ്ഞതാണോ? നോക്ക്, ഇല്ല. നമ്മൾ ഈ കാശൊക്കെ ചെലവാക്കി ഇവിടെ വന്നെന്തിനാ? വഴക്കൂടാനാണോ? അല്ല, നമ്മളെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ. പൊന്നൂസേ, പൊന്നൂസേ, കുട്ടൂസേ, പൊന്നൂസേ, കുട്ടൂസേ, പൊന്നു കുട്ടു. എന്റെ പൊന്നൂസ് പറ, പൊന്നൂസിന്റെ ഏതാഗ്രഹവും ഈ ചേട്ടൻ സാധിച്ചു തരും. അങ്ങനെയാണ് ഈ ബാങ്കോക്കിലെ ഇവിടുത്തെ എല്ലാ മൃഗങ്ങളുടെയും കൂടെ എനിക്കൊരു സെൽഫി എടുക്കണം. എടി, നിന്റെ വീട്ടുകാരുടെ കൂടെ നിന്നുള്ളൊരു ഗ്രൂപ്പ് സെൽഫി നമ്മുടെ ആൽബത്തിൽ ഇരിപ്പില്ല, അതുപോലെ. എന്റെ ഫാമിലി അല്ലേ? നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ എടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു കൗണ്ടറും പറയാത്തത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ ബാങ്കോക്കിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നോർത്ത് ഇന്ത്യ വഴി നമുക്ക് നാട്ടിലേക്ക് പോവാം. എന്ത് കാര്യത്തിന്? അവിടെയാണ് സിന്ധു, ഗംഗ, യമുനയെല്ലാം ഒഴുകുന്നത്. രമണി, രാധ, അമ്മിണി ഇവരൊക്കെ നമ്മുടെ വീട്ടിൽ കൂടെ നിരങ്ങുന്നത്. നീ തൽക്കാലം ഇപ്പൊ അവരെ കാണും. അത് കാര്യമാണോ ഞാൻ പറഞ്ഞത്? പിന്നെ അയ്യോ നേട് പോന്നു. അയ്യോ, ഒരു ആന മുഴുവനെ പോന്നു ചേട്ടാ. അല്ല, ചങ്ങല ഇടാതെ പോന്നെന്ന്. ഏടി, ഇവിടെ ആനക്കായാലും ഏത് മൃഗത്തിനായാലും ചങ്ങലയും പൂട്ടിട്ടൊന്നുമില്ല. എല്ലാരും സ്വതന്ത്രമായിട്ട് അങ്ങനെ വിട്ടേക്കുമല്ലേ ചേട്ടാ. എന്ത് രസവും ചേട്ടാ കാണാൻ നോക്കി. അടിപൊളി. അയ്യോ, എന്നാലും എത്ര കാശാവും ചേട്ടാ അത് വാങ്ങിക്കാനായിട്ട്? ആനക്കാ ഏടി 1-2 രൂപയുടെ മുതലൊന്നുമല്ല അത്. കോടിക്കണക്കിന് രൂപ കൊടുക്കണം, കോടിക്കണക്കിന് രൂപ. അറിയാമോ? കോടിക്കണക്കിന് രൂപയൊക്കെ കൊടുക്കായിരുന്നു. പക്ഷെ ഈ കറുത്ത ആന എനിക്ക് വേണ്ട. എനിക്ക് വെളുത്ത ആന വേണം. വെളുത്ത ആന? നിനക്ക് എന്നാ പറ്റിയ പ്രാന്തോ? ഈ വെളുത്ത ആന കിട്ടുന്ന നാടുണ്ടല്ലോ. എവിടെ? വെള്ളാനകളുടെ നാട്. കാര്യം കൗണ്ടറിന് ക്ഷാമമാണ്. എന്നാലും അങ്ങനെയുള്ള തമാശകൾ പറയണേ അർജുൻ സാറേ. അതെ. അയ്യോ പോലെ ചേട്ടാ, ചേട്ടാ പോലെ പോയി. മമ്മി, മമ്മി പാലോ ആടോ? ആൾക്കാര് കാണൂല. പാലോ. പൊന്നു ചേട്ടാ, എന്ത് പണിയാ നിങ്ങൾ ഈ കാണിക്കുന്ന? നിങ്ങള് ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. മലയാളി ഫാമിലി. അതെ. ഞാനാണ് ഗൈഡ്, ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, മാഡം കുട്ടിയെ വന്നോളൂ. ഹസ്ബൻഡ് വന്നില്ലേ? ഇതാണ് ഹസ്ബൻഡ്. ഏത്? ഇത് വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ
ഇതെന്താ ഇങ്ങനെ? അതെ, പുള്ളിക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? പണ്ട് പുള്ളിയുടെ പെങ്ങടെ കൊച്ചിനെ 5 വയസ്സിന്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിട്ട് അംഗൻവാടി കൊണ്ടുപോയായിരുന്നേ. അപ്പൊ ആ സമയത്ത് ഡോക്ടർ വരെ ശകലം വൈകിയത് കൊണ്ട് ആ കൊച്ചിന്റെ കൂടെ കയറി കിടന്ന് അങ്ങ് ഉറങ്ങി. ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തായിരുന്നു. അപ്പൊ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഈ 5 വയസ്സുള്ള ബുദ്ധിയായി ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നു. അതെ, മോനെ മോനെ സൂക്ഷിച്ച് മേഡം പേടിക്കണ്ട, ഇതൊരു അസുഖമല്ലേ, ഇതങ്ങനെ അങ്ങ് പോട്ടെ. എന്തായാലും ഹസ്ബൻഡ് കുട്ടിയായ സ്ഥിതിക്ക് കുട്ടിയുടെ ഹസ്ബൻഡായിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ എല്ലാ കാര്യം നോക്കാനായിട്ട്. അങ്ങനല്ല, ഹസ്ബൻഡിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ ഇവിടെ എല്ലായിടവും കൊണ്ടുവന്ന് കാണിക്കുമെന്ന് പറയായിരുന്നു. അയ്യോ അത് വേണ്ട, ഇതിപ്പോ ശരിയാവും. വരുന്നുണ്ട്, ശരിയായി വരുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലായി? അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഒരു സിഗ്നൽ തരുന്നുണ്ട്. ഓ, നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ ഹമ്പ് പോലെ, അങ്ങോട്ട് പോകുമ്പോ ഒരു ഹമ്പ്, ഇങ്ങോട്ട് വരുമ്പോ ഒരു ഹമ്പ്. അതെ, ഗൈഡ് ഗൈഡ് വഴികാട്ടി. വഴികാട്ടി. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? എന്തൊക്കെയാണ് ഇവിടെ കാര്യങ്ങള്? സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ഇവിടെ ഈ കളികളും മറിച്ചിലും കാര്യങ്ങളൊക്കെ. സാർ ഇവിടെ റൈഡുകൾ കൂടുതലാണ്. ഒരു കുഴപ്പമില്ല, റൈഡിന്റെ വിഷയമല്ല. ഇതെന്റെ ഒറിജിനൽ ഭാര്യയാണ്, ഞാൻ കെട്ടിയതാണ്. അതല്ല, പിന്നെ? മറ്റേ അഡ്വഞ്ചർ റൈഡുകളില്ലേ, അങ്ങനെ അതാണ്. ഞാൻ എന്താ ചോദിച്ചെന്നറിയാവോ? ഇന്നെന്റെ 1ാമത്തെ ഡൈവിംഗ് ഡേ ആണ്. സാറേ, കാര്യം നിന്നുകൊണ്ടാ ഞാൻ രഹസ്യമായിട്ട് പറയുന്നത്. എന്താണ്? ഡൈവിംഗ് അല്ല, വെഡിങ് ആനിവേഴ്സറി എന്നാണ് പറയാം. അത് മാനവ മര്യാദയ്ക്ക് കല്യാണം കഴിച്ചവർക്ക്. ഇവിടെ ഞാൻ ചാടിച്ചുകൊണ്ട് വന്നതല്ല, അതല്ല പറഞ്ഞ ഡൈവിംഗ് ആനിവേഴ്സറി എന്ന് പറഞ്ഞത്. ഓ, അതാണ്. നമുക്ക് സ്കൂബ ഡൈവിംഗ് ട്രൈ ചെയ്യാം. സ്കൂബയുടെ ഭാഗോ? സ്കൂബയുടെ ഭാഗമല്ല, സ്കൂബ ഡൈവിംഗ്. എന്ന് വെച്ചാ സ്കൂബ ഡൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ വെച്ചിട്ട് വാ. നേരെ കടലിലേക്ക് എടുത്ത് അങ്ങ് ചാടും. വാ. ഊളിയിട്ട് 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 പോകുമ്പോൾ വലിയ വലിയ മീനുകൾ കാണാം. ആഹാ. അടുത്തിട്ട് ചെന്നാൽ മുത്തുച്ചിപ്പി കാണാം. കാണാനേ പറ്റുള്ളൂ, കുണ്ടാൻ പറ്റുമോ? എന്ത്? അല്ല, പണ്ട് ഈ സംഭവമൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് വായിച്ചൊരു കഥ ഇപ്പോഴും ചെയ്ത് വെച്ചേക്ക. വേറെ ഒന്നല്ല, അയലത്തെ ചേച്ചി. കതിക്കരുത്, എന്ത്? ആ മുത്തുച്ചിപ്പി അല്ല, കടലിന്റെ അടിയിൽ പോകുമ്പോൾ മുത്തുച്ചിപ്പി പവിഴം ഇതൊക്കെ നേരിട്ട് കാണാന്ന് പറഞ്ഞതാ. ദൈവമേ, ഞാനിപ്പോ സ്റ്റോറി പറഞ്ഞ് ഇവിടെ കിടന്നു. വേറെ സാധനങ്ങളുണ്ടോ? വേറെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനുള്ള സാധനമാണ് ഡോൾഫിന്റെ ഡാൻസ്. ഡോൾഫിൻ നമ്മൾ ഇങ്ങനെ ചെന്നിരിക്കുന്ന സമയത്ത് ഡോൾഫിനെ എടുത്ത് നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടും. ചാടിയിട്ട് ഒരു ബോൾ എടുത്ത് ഇങ്ങനെ മൂക്കിയിട്ട് ഇങ്ങനെ കറക്കും. എന്നിട്ട് തിരിച്ചു വരും, നമുക്ക് കൈ തരും. ഇതൊക്കെ പോട്ട് ഡോൾഫിനെ കുന്തളിച്ചൊരു പോക്കുണ്ട്. ഡോൾഫിനെ കുന്തളിക്കാലോ, അവന് ലോൺ അടയ്ക്കണ്ട, EMI ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല, കുഞ്ഞുകുട്ടി പരാധീനങ്ങളില്ല. ഡോൾഫിനൊക്കെ എന്തോ, നമ്മള് വെറും പാവങ്ങളേ. ചേട്ടാ, എനിക്ക് കടലിന്റെ സാധനത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് ഇങ്ങനെ ആകാശത്തുനിന്ന് കുതിക്കുന്ന എന്തെങ്കിലും സാധനം ഉണ്ട്. ഉണ്ടോ? സ്കൈ ഡൈവിംഗ് ഉണ്ട്. അതെന്താ സംഭവം? സ്കൈ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്ലൈറ്റ് കയറും. വാ. ഈ ഫ്ലൈറ്റ് നമ്മളെ കൊണ്ട് ഒരു 35,000 അടി ഉയരത്തിലേക്ക് അങ്ങ് പോകും. അവിടെ നമ്മൾ നേരെ താഴോട്ട് ചാടും. അയ്യോ, ചത്തുപോകും. പാരച്യൂട്ട് ഉണ്ടല്ലോ, അത് തുറന്നില്ലെങ്കിലോ? തുറന്നില്ലേ, കൊണ്ടുവന്നാൽ ഞാൻ വേറെ മാറ്റി തരാം. അതല്ല, നമ്മളൊരു എക്സ്ട്രാ ഒരു സാധനം കൂടെ കരുതിയിട്ടല്ലേ നമ്മൾ പോകുന്നത്. അതെ, 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 അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. പോരത്തിന് മാഡമാണ് വരുന്നത്, ഈ മാഡം ഒറ്റയ്ക്കല്ലല്ലോ ചാടുന്നത്, ഇവിടെ ഞാനും ഉണ്ടല്ലോ. എങ്ങനെ? ഞാനും ഉണ്ട്. അതായത് സാറേ, ഉദാഹരണത്തിന് മാഡം ഇങ്ങനെ നിൽക്കുകയാണെന്ന് വെച്ചാൽ ഞാനും മാഡം കൂടെ ഒരു ജാക്കറ്റിൽ അങ്ങോട്ട് കയറും. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചായിരിക്കും താഴോട്ട് പോകുന്നത്. കാര്യം എനിക്ക് പാരച്യൂട്ട് കൺട്രോൾ ചെയ്യാൻ അറിയാം. നിനക്ക് കൺട്രോൾ ചെയ്യാൻ അറിയാം. കണ്ടിട്ട് എന്റെ കൺട്രോള് പോയിക്കൊണ്ടിരിക്കട്ടോ. ചേട്ടാ, അങ്ങനെ പറയല്ലേ ചേട്ടാ. പുള്ളി അത് നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ, പുള്ളി കൂടെ ചാടിക്കോട്ടെ. ഇവിടെ വേറൊരു സാധനം ഉണ്ട്. എന്ത്? മസാജ് പാർലർ. അങ്ങനെ എന്റെ കോസ്റ്റ് ഒക്കെ പൈസയൊക്കെ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ഒന്നും കൊടുക്കണ്ട, അവര് തന്നെ ഊരി മേടിച്ചോളൂ. താല്പര്യമില്ല. ഞങ്ങൾ രണ്ടുപേരും എവിടെയായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലടേ. ഡിസംബറിൽ എവിടുന്ന ചേട്ടാ ഓണം? ഡിസംബർ അല്ല, ജനുവരി അല്ല, ഫെബ്രുവരി എവിടെയായാലും നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ. മാവേലി നാടുവാടിയിടും കാലം. ചേട്ടാ, ഡൈവിന് പോകുന്ന കാര്യം ഒന്ന് പറ ചേട്ടാ, നമുക്ക് പോകാം. നിങ്ങളൊരു കാര്യം ചെയ്യും, മെനുവാ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കൊണ്ടുപോവാ. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യേ. ശരി, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. ഇതൊന്നും വലിയ സുഖമല്ലടി. ഞാൻ ആ ഡൈവിന് പോയാനായിരുന്നു, എനിക്ക് അതൊക്കെ ആയിരുന്നു ഇഷ്ടം. ഇതൊന്നും ഒരു മേനയില്ല. പോ. ഒറാങ്കുട്ടൻ ഊഞ്ഞാലിരുന്ന് നടന്ന്. ആരുടെ കുട്ടൻ? ഒറാങ്കുട്ടൻ, കുരങ്ങൻ. ചേട്ടാ, റീൽസിലൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് കേട്ടോ, ഓരോരുത്തർ ഇങ്ങനെ ഇരുന്ന് ഫോട്ടോയും സെൽഫി ഒക്കെ എടുക്കാൻ. പോകട്ടെ പോകട്ടെ. അയ്യോ, എന്റെ ദൈവമേ, ചങ്ങാതി. കേരളത്തിലുള്ള ആൾക്കാരുടെയൊക്കെ നോട്ടം പിന്നെ സഹിക്കാം, സായിപ്പന്മാരുടെ നോട്ടം. നമ്മളെ പെണ്ണും പിള്ളേരെ കാണുമ്പോൾ മാത്രം എന്നാന്ന് ഇത്ര മാത്രമേ നോട്ടം. ഇതൊക്കെ കാണുമ്പോഴെനിക്ക് പണിയാ ചേട്ടാ. അയ്യോ, എന്റെ ദൈവം.
വേഗം വാങ്ങട്. എന്റെ പണിയാ ചേട്ടാ ഈ കാണിച്ചത്. എന്ത് പണി? ഈ കൊരങ്ങനല്ലേ അത്? ഒരങ്ങനല്ല കൊമ്പനാനയായാലും എന്റെ പെണ്ണുമുള്ള മടി കയറി നീ അടിക്കും. ഇടുകയെ അടിച്ച് കൊല്ലുകയും ചെയ്യും. എന്റെ ചേട്ടാ ഈ കൊരങ്ങൻ ഒറാങ്കുട്ടൻ എന്ന് പറഞ്ഞ അങ്ങനെയാണ് നമ്മുടെ മടിയിലൊക്കെ കയറി ഇരുന്നാണ് ഫോട്ടോ എടുക്കുന്നത്. പിന്നെ അവനെ നീ വന്നേ. അതിന് നിങ്ങൾ അതിനെ തല്ലി കൊല്ലേണ്ട കാര്യമുണ്ടോ? അതിന്റെ ബോധം പോയോ ചത്തുപോയോ എന്ന് ദൈവത്തിനറിയാം. നമുക്ക് നോക്കണം, നമുക്ക് പോവാന്ന് ഒരു വണ്ടിക്ക് പോവാം. ആരെങ്കിലും ഇപ്പൊ- എവിടെ പോണ്? ഇവിടെ നില്ല, അവിടെ നില്ല. അയ്യോ. എവിടെ പോണ രണ്ടും കൂടെ? അല്ല ഞങ്ങളെ ഇത് കഴിഞ്ഞ് അല്ല ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു തീർന്നങ്ങ് പോയാൽ. ഞാനും ഒരു കാഴ്ച കണ്ട് CCTV-ല്. ഞാനെന്തിനാ ഓറാൻകുട്ടനെ അടിച്ച് ബോധം കെടുത്തിയത്? ഇതിന് വെള്ളം ഒഴിച്ചാൽ പോരായിരുന്നോളൂ. വെള്ളം ഒഴിച്ചാ പറയുന്ന ഇതിന് പരിഹാരം കാണാൻ നീയോ നിന്റെ ഭാര്യ ഇവിടുന്ന് പോകൂല. എടാ ബോധം കിട്ടി കിടക്കണേന് പലഹാരം കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? പലഹാരം ഉണ്ടാക്കോ അല്ല പറഞ്ഞത്. പരിഹാരം കാണാൻ നീ ഇവിടുന്ന് പോകൂലെന്ന്. ഒരു പരിഹാരമല്ല, ഞങ്ങൾ പോകും. ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനൊന്നും വിളിക്കല്ലേ? പോലീസിനെ നമുക്ക് പരിഹരിക്കാം. ഒരു 10,000 2,000 എടുത്തും കൊടുക്ക് ചേട്ടാ. പിന്നെ അല്ല അത് 2000 കുലുവേ 4 ലക്ഷം രൂപ വയ്ക്കാതെ നീയോ നിന്റെ ഭാര്യ ഈ ബാങ്കോക്ക് വിട്ട് പുറത്തു പോകൂല. 4 ലക്ഷം രൂപയോ? 4 ലക്ഷം രൂപ. പെട്ടെന്ന് വയ്യാതായത് കണ്ടു. വെള്ളാരം കല്ലുള്ള വെള്ളി മൂങ്ങ അടിച്ച് നിന്റെ ചെവിക്കല്ല് ഞാൻ പറയും. ഡിണ്ടിഗി ഡിണ്ടിഗിടി. നിന്റെ ഡിണ്ടിഗി ഡിണ്ടിഗിടി 4 ലക്ഷം രൂപയുടെ കാര്യം പറയുമ്പോൾ നിനക്ക് ഡിണ്ടിഗിടി അല്ലടാ. നിന്റെ ഡിണ്ടിഗിടി ഞാൻ ഇവിടെ ചവിട്ടി പൊട്ടിക്കും. അത്യാവശ്യത്തിന് വന്നതാ ഒത്തില്ല. പൈസ വെച്ചിട്ട് പോടാ. എന്റെ പുതിയ കഥ നമ്മുടെ അടുത്ത് 4 ലക്ഷം ഒന്നുമില്ല, 4 ലക്ഷം ഒന്നുമില്ല. ഞങ്ങൾ പോകാൻ പോവാണ്. 1 ലക്ഷമില്ല, നോ കോംപ്രമൈസ്. അതെ ചേട്ടാ, എന്തെങ്കിലും ഞങ്ങളൊരു മലയാളിയല്ല ചേട്ടാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്യോ? ശരി, മലയാളിയാണെന്നൊരു പരിഗണന ഞാൻ തരുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ പോകട്ടെ. 4 ലക്ഷം രൂപ തരണ്ട. പക്ഷെ നീ പോണ്ട. നീ പകരം ഊഞ്ഞാലി കയറിയെന്ന് ഒറാങ്കുട്ടന് പകരം 2 മാസം നീ അവിടെ നിന്ന് വർക്ക് ചെയ്യണം. പിന്നെ എനിക്ക് നട്ടപ്രാന്തല്ലേ. ചുമ്മാ കുറങ്ങന്മാരോട്ട് അവിടെ കിടന്ന് ഓടാനായിട്ട് നീ പാടാറുണ്ട്. നീ ഒന്ന് ഇങ്ങനെ കാണിച്ചാണ്, ഒന്ന് നടന്നാണ് നീ മുന്നേ ഒന്ന് ഇങ്ങനെ കാണണ്ട, ഇങ്ങനെ കാണണ്ടടാ. ഇത് ഒറാങ്കുട്ടനെ കാട്ടി ഫാൻസ് ഉണ്ടാക്കും. ഇത് മതി, നീ പോയി അവിടെ. നടക്കില്ല. എന്ത് നടക്കാത്തെന്ത്? ഈ പറയുന്നൊക്കെ വലിയ പണിയൊന്നും ഇല്ല. അവിടെ ചെന്ന് ഊഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ ഗസ്റ്റുകൾ വരും. കൂടുതലും പെമ്പിള്ളേരായിരിക്കും. അവർക്ക് ഉമ്മ കൊടുക്കുക, അവരെ തോളി കയറി ഇരിക്കുക, അവരെ മടിയിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികളെ ഉള്ളൂ. വലിയ ശരീരരങ്ങുന്ന ജോലിയൊന്നും ഇല്ല ഇവിടെ. പൊന്നോ എന്തോന്നു? നിനക്ക് എപ്പോഴാ ഫ്ലൈറ്റ്? അല്ല അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ശ്രദ്ധിച്ച് കേക്ക്. നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിപ്പോയി. ഒന്നാ പാപം തിന്നാ തീരുന്നല്ലേ. ഞാൻ ചിലപ്പോ 3-4 പെമ്പിള്ളേരെ കെട്ടിപ്പിടിക്കും, ചിലപ്പോ അവരുടെ മടി കയറിയിരിക്കും. എന്ത് ചെയ്യാം, വിധി അങ്ങനെ ആയിപ്പോയില്ലേ. മര്യാദക്ക് എന്റെ കൂടെ നാട്ടിലോട്ട് വരാൻ നോക്കിയോ കേട്ടോ ചേട്ടാ. ഇതൊന്നും ശരിയാവത്തില്ല. ഒരു മനുഷ്യൻ അവിടെ നിന്ന് കുരങ്ങനായിട്ടൊന്നും പറ്റുന്ന കാര്യമൊന്നും അല്ല കേട്ടോ. മനസ്സിലായിക്കോട്ടെ, എന്ത് പറ്റാത്തത്? 2 മാസം മുമ്പ് ഇതുപോലൊരു ഫാമിലി ഇവിടെ വന്ന് അയാളുടെ ഭാര്യയെ കയറി ഒറാങ്കുട്ട ഒന്ന് ഉമ്മ വെച്ചതിന് അയാൾ ഒറ്റ അടിക്ക് അതിനെ കൊന്ന്. പകരം 2 മാസമായിട്ട് വേഷം ഇട്ടിട്ട് ആ ഊഞ്ഞാലിരിക്കുന്നേ ആ മറ്റേ ഭർത്താവാ. അയാളെ ഇയാൾ അടിച്ച് താഴെ കൊണ്ടിട്ടത്. പകരം നീ 2 മാസം ഇരുന്നിട്ട് പോയാൽ മതി, അയാൾ ആശുപത്രിയിൽ നിന്ന് വരുന്നത് വരെ. എടാ കള്ള, അപ്പൊ എന്റെ പെണ്ണുമ്പിള്ളയുടെ മടി കയറി ഇരുന്ന കൊരങ്ങനല്ല, മനുഷ്യനായിരുന്നല്ലോ. അതെ. പിന്നെ നീ കൊല്ലുടാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.